Slosah avun tehveran Shurarama beslosah Slosah tehve saina kasya Slosah tehve yamkina Slosah tehve Saipa alidain Slosah tehve sarvartalavesham Slosah tehve satya Slosah tehve natora Slosah tehvelan pirmad karusa Slosah tehve mapisani sal malka mashiha parokan dan husala തിരുനാളിൽ കർത്താവരുடைய കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരു വേളി ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മറ്റൊരു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം മറ്റൊരു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മറ്റൊരു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ
ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ശ്ലീഹക്കാലം ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിലൂടെ തുടരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദൈവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പാടുന്നു നേരിയെഴുന്നവരെല്ലാരും നിന്റെ നാമം വാഴ്ത്തുന്നു. കണ്ടെത്തും രാജ്യത്തിൻ മഹിമയവർ മധ്യരെ നിത്യവും അറിയിക്കും. എന്നാളും ഭരണാധിപനായ കർത്താവേ നീ വാഴുന്നു. സഹിയോനേ നിൻ ദൈവമിതാ തലമുറ തലമുറ നിലനിൽപ്പൂ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും.
Shinges dekhiya sid ves karke mat behadu mariya la kumara kolla maudin aula goisho misiha sabahi ആദത്തു ബഹുമാനതു പാകരായി വാത്തു പാറൊക്കത്താവ നൗശാസൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. My Lord, you are truly one who raises our bodies. You are the Savior of our souls and the preserver of our lives. We are bound always to thank, adore, and glorify you, the Lord of all, forever. Amen. Arim kalohon usam bakole amma lalaha Sanam Kandishalamayosa Eseraham Alim
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. My dear brothers and sisters, please be seated and listen attentively. A reading from the book of Joel. Bless me, O Lord. May God bless you. Then the Lord became jealous for his land and had pity on his people. In response to his people, the Lord said, I am sending you grain, wine, and oil, and you will be satisfied. And I will no more make you a mockery among the nations. I will remove the northern army far from you and derive it into a parched and desolate land, its front into the eastern area and its rear into the western sea. Its stench and foul smell will rise up. Surely he has done great things. Do not fear, O soil. Be glad and rejoice, for the Lord has done great things. Do not fear, you animals of the field, for the pastures of the wilderness are green. The tree bears its fruit, the fig tree and the vine give their full yield. O vindication, he has poured down for you the abundant rain, the early and the later rain as before. My dear brothers and sisters, a reading from the book of Acts. Bless me, O Lord. Then Peter, filled with the Holy Spirit, said to them, rulers of the people and elders, after threatening them again, they let them go, finding no to punish them because of the people. For all have been praised God for what had happened. For the man on whom this sign of healing had been performed was more than 40 years old. Praise to be Lord our God. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. നിന്നോടെ റൂഹായേ കനിവോടയക്കുമ്പോൾ സകലവും ഉരുവാകും. ആത്മീയതയാൽ മധുരിതമാം ഹല്ലേലൂയാ ഗീതികളാൽ ദൈവാത്മാവിൻ ആഗമനം കൊണ്ടാടിയിടാം സാനന്ദം. അവനെന്നും സ്തോത്രം പാടിയിടാം. നൂതനമാക്കിയിടും നൂതനമാക്കിയിടും നാഥ സകലേശ. ആത്മീയതയാൽ മധുരിതമാ ഹല്ലേലൂയാ ഗീതികളാൽ ദൈവാത്മാവിൻ ആഗമനം കൊണ്ടാടിയിടാം സാനന്ദം. അവനെന്നും സ്തോത്രം പാടിയിടാം. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആത്മീയതയാൽ മധുരിതമാ ഹല്ലേലൂയാ ഗീതികളാൽ ദൈവാത്മാവിൻ ആഗമനം കൊണ്ടാടിയാം സാനന്ദം. അവനെന്നും സ്തോത്രം പാടിയിടാം.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കാരണത്തിന് ഗൃഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, പൗലോസ് ശ്ലീഹ കൊറിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം. കർത്താവെ ആശ്രദിക്കണമേ. നിങ്ങളിൽ ഒരുവന് അപരനുമായി തർക്കമുണ്ടെങ്കിൽ വിശുദ്ധരുടെ നേതൃത്വത്തിലല്ലാതെ വിധിക്കപ്പെടാൻ നിങ്ങൾ തുനിയുന്നുവോ? വിശുദ്ധർ ലോകത്തെ ന്യായം വിധിക്കും എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസ്സാര തർക്കങ്ങൾ വിധിക്കാൻ നിങ്ങൾ അയോഗ്യരാണോ? നമ്മൾ മാലാഖമാരെ വിധിക്കും എന്നറിയില്ലേ? എങ്കിലും അനുദിന കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടോ? നിങ്ങളുടെ അനുദിന കാര്യങ്ങളിൽ തർക്കമുണ്ടാകുന്നെങ്കിൽ സഭയിൽ ഒരു മതിപ്പുമില്ലാത്തവരെ ന്യായാധിപന്മാരായി നിങ്ങൾ അവരോധിക്കുന്നുവോ? നിങ്ങൾ ലജ്ജിക്കപ്പെടാനാണ് ഞാൻ ഈ പറയുന്നത്. സഹോദരങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ട ജ്ഞാനമുള്ള ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിലില്ലേ? എന്നാൽ സഹോദരൻ സഹോദരനുമായി വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ. നിങ്ങളുടെ ഇടയിൽ പരസ്പരം വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് അന്യായം ക്ഷമിച്ചുകൂടാ? എന്തുകൊണ്ട് വഞ്ചന സഹിച്ചുകൂടാ? മറിച്ച് നിങ്ങൾ തന്നെ തെറ്റ് ചെയ്യുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു, അതും സഹോദരരെ. അല്ലെങ്കിൽ അധർമ്മികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് നിങ്ങൾക്കറിയുകയില്ലേ? നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കട്ടെ. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും പരദൂഷകളും സ്വർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപ്പരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ അപ്രകാരമാണെങ്കിലും കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിലും നിങ്ങൾ കഴുകപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈ
തലമുറയിലെ മനുഷ്യരെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? അവർ ആർക്ക് തുല്യരാണ്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശോകഗാനങ്ങൾ പാടി, എന്നാൽ നിങ്ങൾ വിലപിച്ചില്ല എന്ന് തെരുവിലിരുന്ന് തങ്ങളുടെ കൂട്ടുകാരെ കൂകി വിളിച്ചു പറയുന്ന കുട്ടികൾക്ക് സദൃശരാണവർ. എന്തെന്നാൽ യോഹന്നാൻ മംദാനാം അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു, അവനിൽ പിശാചുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായവൻ എന്ന് നിങ്ങൾ പറയുന്നു. ഞാനും അതിന്റെ എല്ലാ സന്തതികളാലും നീതീകരിക്കപ്പെടുന്നു. തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ പ്രീശരിൽ ഒരാൾ അവനെ ക്ഷണിച്ചു. അവൻ ആ പ്രീശന്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിലിരുന്നു. ആ പട്ടണത്തിൽ പാപിനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൻ പ്രീശന്റെ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കുന്നു എന്നറിഞ്ഞ് അവൾ ഒരു കുപ്പി സുഗന്ധദ്രവ്യം എടുത്ത് അവന്റെ പിന്നിൽ പാദാന്തികത്തിൽ നിന്ന് കരഞ്ഞു. തന്റെ കണ്ണുനീർ കൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകാനും തലമുടി കൊണ്ട് അവ തുടയ്ക്കാനും തുടങ്ങി. അവൾ അവന്റെ പാദങ്ങൾ ചുംബിക്കുകയും പരിമള തൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച പ്രീശൻ ഇത് കണ്ട് ആത്മഗതം ചെയ്തു. ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ അവൾ ആരെന്നും അവളുടെ കീർത്തി എന്തെന്നും അറിയുമായിരുന്നു. അവനെ സ്പർശിച്ച ആ സ്ത്രീ പാപിനിയാണല്ലോ. ഈശോ അയാളുടെ മറുപടിയായി പറഞ്ഞു, ശിമയോനേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. റബ്ബി അരുളി ചെയ്താലും. അയാൾ മറുപടി പറഞ്ഞു. ഈശോ അയാളുടെ പ്രകാരം പറഞ്ഞു, കട കൊടുക്കുന്ന ഒരുവൻ 2 കടക്കാരുണ്ടായിരുന്നു. ഒരാൾ 500 ദേനാറയും മറ്റേയാൾ 50 ദേനാറയും കടപ്പെട്ടിരുന്നു. എന്നാൽ കടം വീട്ടാൻ അവർക്ക് കഴിയാത്തതിനാൽ ഇരുവർക്കും അയാൾ കടം ഇടച്ചു കൊടുത്തു. അപ്പോൾ അവരിൽ ആരായിരിക്കും അയാളെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് കൂടുതൽ ഇളച്ചു കൊടുത്തോ അയാൾ തന്നെ എന്ന് ഞാൻ കരുതുന്നു. നീ ശരിയായി തന്നെ വിധിച്ചു എന്ന് ഈശോ അയാളോട് പറഞ്ഞു. അനന്തരം ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ സ്ത്രീയെ കാണുന്നില്ലേ? ഞാൻ നിന്റെ വീട്ടിൽ പ്രവേശിച്ചു, നീ എന്റെ കാലുകൾക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ അവളുടെ കണ്ണുനീര് കൊണ്ട് എന്റെ പാദങ്ങൾ കഴുകുകയും അവളുടെ മുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എന്നെ ചുംബിച്ചില്ല. ഇവളിതാ ഇവിടെ പ്രവേശിച്ചത് മുതൽ എന്റെ കാലുകൾ ചുംബിക്കുന്നതിൽ നിന്ന് വിരമിച്ചിട്ടില്ല. എന്റെ ശിരസിൽ നീ തൈലം പൂശിയില്ല. ഇവളാകട്ടെ സുഗന്ധതൈലം കൊണ്ട് എന്റെ കാലുകൾ പൂശിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, അവൾ വളരെ സ്നേഹിച്ചതിനാൽ അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആരോട് അല്പം ക്ഷമിക്കുന്നുവോ അയാൾ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വിരുന്നിലിരുന്നവർ അന്യോന്യം പറഞ്ഞു, പാപങ്ങൾ പോലും മോചിക്കുന്ന ഇവൻ ആരാണ്? അവൻ ആ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തിൽ പോകുക. നമ്മുടെ വചനം ശ്രവിച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ കണ്ണ്, പ്രകാശിതമായ കണ്ണ്, ഉൾക്കണ്ണ്, ആ കണ്ണിനെ കൂടുതലായി ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.
ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനായി, എൻ്റെ അധരത്തിലൂടെ വചനം ഒഴുകുവാനായിട്ട്, സുവിശേഷ രഹസ്യം ധൈര്യപൂർവ്വം പ്രസംഗിക്കാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കണ്ണുകൾ തുറക്കാം. അബർദീനിലെ വിശ്വാസ സമൂഹം ബഹുമാനപ്പെട്ട ജപനച്ചൻ്റെ നേതൃത്വത്തിൽ ഈ ഹാളിൽ, ഈ സ്കൂളിൽ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവിന് മാത്രമേ ആളുകളെ ഒന്നിച്ചു ചേർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 2022 ഫ്രാൻസിസ് പാപ്പായിലൂടെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ പഠിപ്പിച്ചു. Always and only action of the Holy Spirit is to confect the body of Christ. പരിശുദ്ധാത്മാവിൻ്റെ ഏക പ്രവൃത്തി എന്ന് പറയുന്നത് മിശിഹായുടെ ശരീരത്തെ പണിതുയർത്തുക, രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഉൽപ്പത്തിയുടെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ആത്മാവ് ജലത്തിൻ്റെ മുകളിൽ ചലിക്കുന്നത്. എല്ലാ കാലത്തും നമുക്കറിയാം പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട് നിത്യതയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് എല്ലാവരെയും ഒന്നിച്ചു ചേർക്കുക, കൂട്ടിച്ചേർക്കുക, വചനമായി രൂപാന്തരപ്പെടുത്തുക, ഈശോയായി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളത്. ഈ അബർദീനിലെ വിശ്വാസികൾ മുഴുവൻ ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ ജപനച്ചലിലൂടെയും കൈക്കാരന്മാരിലൂടെയും ഇവിടെയുള്ള കമ്മിറ്റിക്കാരിലൂടെയും എല്ലാവരിലൂടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. നമുക്ക് കർത്താവിന് ഒത്തിരിയേറെ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അബർദീനിലെ വിശ്വാസ സമൂഹം നമ്മുടെ രൂപതയിലെ ഒരു മാതൃകാ സമൂഹമാണ്. എല്ലാ കാലത്തും പ്രത്യേകിച്ചും രൂപത നമുക്കറിയാം 2016 സ്ഥാപിതമാകുന്നത്. അതിനുശേഷമുള്ള എൻ്റെ അനുഭവത്തിൽ നിങ്ങൾ കാണിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഈശോയോടും ഈശോയുടെ ശരീരമായ തിരുസഭയോടും ഉള്ള നിങ്ങളുടെ സ്നേഹം. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ബർമിംഗാമിൽ നിന്ന് ഞാൻ യാത്ര ചെയ്തത്. ഗ്ലാസ്ഗോയിൽ വന്ന് കിടന്ന് ഇവിടെ എത്താനായിട്ട് ഏകദേശം 7.5 മണിക്കൂർ എടുക്കും. ഞാൻ ഓർത്തു, നിങ്ങൾ എത്രയോ പ്രാവശ്യം ഇതുപോലെ ബർമിംഗാമിലേക്കും രൂപതയുടെ വിവിധ ശുശ്രൂഷകൾക്കുമായിട്ട് യാത്ര ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ രൂപതയോടുള്ള സ്നേഹം, സഭാ കൂട്ടായ്മയോടുള്ള രൂപതയുടെ പൊതുവായിട്ടുള്ള ആ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം, ഇതെല്ലാം ഇവിടെ രൂപപ്പെട്ട ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. നിങ്ങളെ രൂപപ്പെടുത്തുവാനായിട്ട് കഷ്ടപ്പെട്ട റോജിയച്ഛനെയും അതുപോലെ തന്നെ പിണക്കാട്ടച്ഛനെയും ഇപ്പോഴും നിങ്ങൾക്ക് നൽകുന്ന ജപനച്ഛനെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പൗലോസ് പറയുന്നുണ്ട്, പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ വളർത്തുന്നത് ദൈവമാണ്. അപ്പോഴും നട്ടവരുണ്ട്, നനച്ചവരുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കും.
ഓരോരുത്തരും എന്ത് ചെയ്യുന്നു എന്ന് നമ്മളാരും ദൈവത്തെ പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. മനുഷ്യരിലുള്ളത് എന്താണെന്ന് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കുവാനായിട്ട് ആർക്കും സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ല. എല്ലാം ദൈവം അറിയുന്നു. അപ്പോൾ ഈ സമൂഹത്തെ രൂപപ്പെടുത്തുവാനായിട്ട്, അതുപോലെ തന്നെ ഇന്ന് വളരെ പ്രത്യേകമായിട്ട് ഈ ഒരു ആഘോഷത്തിന് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവർക്കും കർത്താവ് പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് സഭയായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടുന്നത്, ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് എന്താഘോഷത്തിനായിട്ടാണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇന്ന് എന്താഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒന്നിച്ചു കൂടുന്നത്? എന്താണ്? നമ്മൾ ഒന്നിച്ചു കൂടുന്നത് എനിക്ക് തോന്നുന്നത് ഈശോയുടെ ഉയർപ്പ് ആഘോഷിക്കാനായിട്ടാണ്. ആണോ? നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഈശോയുടെ ഉയർപ്പ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീഹാകാലത്തെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ആഘോഷമുണ്ടോ? ഈശോയുടെ ഉയർപ്പ് ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ ഉയർപ്പ് ആഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ പ്രവൃത്തിയാലാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. വിശുദ്ധ കുർബാന, കുദാശകള്, സഭയുടെ യാമപ്രാർത്ഥനകള്, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ആരാധനക്രമം എന്നാണ്, ലിറ്റർജി എന്നാണ്. ലിറ്റർജി ഈസ് ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്. ഇത് മിശിഹായുടെ പൗരോഹിത്യ ശുശ്രൂഷയാണ്. മനോഹരമായിട്ടുള്ള മാതാവിൻ്റെയും ഉണ്ണീശോയുടെ ഐക്യൻ അല്ലേ? വലതുവശത്ത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന സുറിയാനി പദം എന്താണെന്ന് നമുക്കറിയാവോ? മർത്തുമറിയം. മർത്തുമറിയം എന്നാണ്. മർത്തുമറിയം എന്ന് പറഞ്ഞാൽ നാഥയായ മറിയം എന്നാണ്. ആ മറിയത്തിൻ്റെ കയ്യിലിരിക്കുന്ന ശിശു, ആ ശിശു പുരോഹിതനാണ്. അവൻ മാത്രമേ പുരോഹിതനുള്ളൂ. ആവിലായിലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നുണ്ട്, മറിയത്തെ ശിശുവിനോട് കൂടെ കാണുമ്പോൾ നമ്മളെല്ലാം കാണുന്നു. മറിയത്തെ ശിശുവിനോടുകൂടെ കാണുമ്പോൾ നമ്മളെല്ലാം കാണുന്നു. ഇതിനപ്പുറത്ത് ഒന്നും കാണാനായിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വിശുദ്ധരായ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്, പൂർണ്ണതയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കടന്ന് വിഷമിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പലപ്പോഴും അസ്വസ്ഥരാകുന്നത്. മറിയത്തെ ശിശുവിനോടുകൂടെ കാണുമ്പോൾ എല്ലാം കാണുന്നു. ആ ശിശു മാത്രമാണ് പുരോഹിതൻ. ലയോ 14 പാപ്പ ഇവിടെ വന്ന് കുർബാന ചൊല്ലിയാലും, നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മാർ റഫേൽ മെത്രാപ്പൊലീത്ത ഇവിടെ വന്ന് കുർബാന ചൊല്ലിയാലും, കുർബാനയ്ക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നിത്യ പുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികര്. അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പങ്കെടുക്കുന്ന കുർബാനയും കൂദാശകളും സഭയുടെ യാമപ്രാർത്ഥനകളും എല്ലാം ഈശോയുടെ പ്രവൃത്തിയാണ്. വർക്ക് ഓഫ് ഗോഡ് ആണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഇവിടെ നടക്കുന്നത് ഒരു നാടകമാണെന്ന്? തോന്നിയിട്ടുണ്ടോ?
നാടകമാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ പുരോഹിതൻ കാർമ്മികൻ തന്റെ മുഖം മറച്ചു പിടിക്കുകയാണ് അല്ലേ? എന്തിനാണ് മറച്ചു പിടിക്കുന്നത്? ആരാണ് ഇവിടെ സംസാരിക്കുന്നത്? ഈശോയാണ് സംസാരിക്കുന്നത്. ഇവിടെ രണ്ട് വായനകൾ, മനോഹരമായിട്ടുള്ള വായനകൾ. നമ്മൾ ആരാധനക്രമത്തിൽ കുർബാനയില് നമ്മൾ വായനകൾക്കായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോഴേ ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആളുകൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുക. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ രണ്ട് പെൺകുട്ടികൾ ഇവിടെ വായിച്ചത്. അതുപോലെ തന്നെ മൂന്നാമത്തെ വായന ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ രീതികളിൽ ദൈവം പലരിലൂടെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന കാലം ഏതാണ്? അവസാന കാലം സമാധാനം നിന്നോട് കൂടെ എന്ന് ദൈവം അരുളി ചെയ്യുമ്പോൾ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം സംഭവിക്കട്ടെ എന്ന് മറിയം ഉത്തരം കൊടുക്കുന്ന ആ സമയം, അതുമുതലുള്ള കാലമാണ് അവസാന കാലം. ആ അവസാന കാലത്ത് ഒരാൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ഈശോ മാത്രം. അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മ സക്കറിയായുടെ വീട്ടിലെത്തി എലീശുവായോട് അമ്മ ആമേൻ പറഞ്ഞ വചനം ആവർത്തിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയാണ്. സ്നാപക യോഹന്നാനും എലീശുവായുമെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കൊർന്നേലിയസിന്റെ ഭവനത്തിലെ സിയമ്മാരുടെ പുസ്തകത്തിലെ പത്രോസ് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയാണ്. ഇവിടെ നമ്മൾ 3 വായനകൾ കേട്ടു, തുടർന്ന് സുവിശേഷം വായന കേട്ടു. അപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരികയാണ്. കാരണം അവിടെ സംസാരിക്കുന്നത് ഈശോയാണ്. ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ഈശോയുടെ വചനവും റുഹായും അത് നമുക്ക് വേർപെടുത്തുവാനായിട്ട് സാധിക്കില്ല. എവിടെ വചനം പ്രഘോഷിക്കപ്പെടുന്നു അവിടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഈ ആത്മാവിനെ സ്വീകരിക്കുവാനായിട്ട്. ഹൃദയവും കരങ്ങളും തുറന്നു കൊടുക്കണം. ഹൃദയവും കരങ്ങളും തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. നമുക്ക് വിശുദ്ധ കുർബാന എന്താണെന്നും കുദാശകൾ എന്താണെന്നും സഭയുടെ യാമപ്രാർത്ഥനകൾ, ആരാധനക്രമം എന്താണെന്നും എല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അത് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് ആണ്, മിശിഹായുടെ പൗരോഹിത്യ ശുശ്രൂഷയാണ്. ഇവിടെ നമ്മൾ മാർസ്ലീവായുടെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്ന സുറിയാനി വാക്കുകൾ നമുക്കറിയാവോ എന്താണെന്ന്? അൾത്താരയില് മദ്ബഹായില് തെഷ്ബോക്ത ലാലാഹ ബറൗമേ, നമ്മളെല്ലാ കുർബാനയിലും ചെല്ലുന്ന വാക്കുകളാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് മാത്രമേ ഉള്ളത്. കാണുമ്പോൾ എന്തോ നമുക്ക് പരിചയമില്ലാത്ത കാര്യമായിട്ട് തോന്നും. പക്ഷേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഈ ആരാധനക്രമത്തെക്കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാര് പറയും, നമുക്ക് എല്ലാം ഒന്നും മനസ്സിലാകണമെന്നില്ല. പക്ഷെ ഒരു മനോഭാവം നമുക്കുണ്ടാവണം. നമ്മൾ ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന്. കുർബാനയിൽ പങ്കുചേരുമ്പോൾ, ഖുദാശകളില് സഭയുടെ യാമപ്രാർത്ഥന പങ്കുചേരും, എല്ലാം നമുക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷെ ആരംഭം മുതൽ അവസാനം വരെയുള്ള നമ്മുടെ മനോഭാവം, നമ്മൾ ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എളിമയോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ നമ്മൾ നിന്നാൽ മതി. പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. തന്റെ ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു. തന്റെ ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു.
സക്കറിയായുടെ ഭാര്യ സാബയോന്റെ അമ്മ പറയുന്നുണ്ട്, മക്കളില്ലാതിരുന്ന എലീശുവ പറയുന്ന കാര്യമുണ്ട്, മനുഷ്യരുടെ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് ഇത് ചെയ്തു തന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കടാക്ഷമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. പലപ്പോഴും നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇല്ലെങ്കിൽ എന്താണ് ശരിയായിട്ട് നടക്കാത്തതിന് കാരണം കർത്താവിൻ്റെ കടാക്ഷം സ്വീകരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നത് കൊണ്ടാണ്. തന്റെ ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു. മനുഷ്യരുടെ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാനായിട്ട് കർത്താവ് എന്നെ കടാക്ഷിച്ച് ഇത് ചെയ്തു തന്നിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ കടാക്ഷം അത് നമ്മുടെ മേല് നമുക്കറിയാം ഇപ്പോൾ 24 മണിക്കൂറുമുണ്ട്. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ വരുമ്പോൾ, കുദാശകളിൽ പങ്കുചേരാനായിട്ട് വരുമ്പോൾ, അതുപോലെ തന്നെ സഭയുടെ യാമപ്രാർത്ഥനകൾക്കായിട്ട് നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ വളരെ പ്രത്യേകമായിട്ട് സഭ പറയുകയാണ്, അത് ഗ്യാരണ്ടീഡാണ്. ഇവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ അവനെ കേൾക്കാനും അവനെ കണ്ടുമുട്ടാനും അവനോടൊന്നായി തീരാനുമുള്ള ഇവിടെ ഉള്ളതെന്ന് അത് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രതിസന്ധികളിലായിരിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഈ ഒരു മനോഭാവം ഉണ്ടാവണം. വിശുദ്ധ കുർബാനയിൽ വരുമ്പോൾ ഒന്നും മനസ്സിലാകണമെന്നില്ലായിരിക്കാം, പക്ഷേ ഈശോ എന്നെ കാണുന്നു, ഈശോ ഒന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം ഇതെല്ലാം സുവിശേഷമാണ്, ഇതെല്ലാം ദൈവവചനമാണല്ലോ. നീ എന്നെ ഒന്ന് നോക്കിയാൽ മതി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പരിഹരിക്കപ്പെടും. ഈ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. മറ്റൊരു സുറിയാനി വാക്കുകൾ നമ്മളവിടെ കാണുന്നത് മാർത്തോമ എന്നുള്ളതാണ്. മാർത്തോമ നമുക്ക് സുറിയാനിയിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് പരിചിതമായ വാക്കുകളാണ്. തോമാസ് ശ്ലീഹായുടെ പേര് സുറിയാനി എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് എളിമയോടുകൂടി സഭാ സമ്മേളനങ്ങളിലായിരിക്കുവാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ വായിച്ചു കേട്ട ലേഖനത്തിൽ പറയുന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുന്നത് നമുക്ക് ഗുണകരമാണ്. ലോകത്തെ വിധിക്കേണ്ടവരാണ് നിങ്ങൾ, മലാഖമാരെ വിധിക്കേണ്ടവരാണ് നിങ്ങൾ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത വചനമാണ്. നമ്മളാരും വിധിക്കപ്പെടേണ്ടവരല്ല. ഈശോ മിശിഹായോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഈശോ മിശിഹായോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അവരാരും ശിക്ഷിക്കപ്പെടില്ല. അവരവനോടൊപ്പം വിധിക്കേണ്ടവരാണ്. ലോകത്തെ വിധിക്കേണ്ടവരാണ്, മലാഖമാരെ വിധിക്കേണ്ടവരാണ്. നമ്മുടെ ഔന്നത്യം, നമ്മുടെ സാധ്യത നമ്മൾ തിരിച്ചറിയണം. നമ്മളാരും വിശ്വാസിയാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നുള്ളതല്ല. വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ പങ്കുചേരുകയാണ്. ആരാധനക്രമത്തിൽ മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുകയാണ്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയോട്, ആ പ്രവൃത്തിക്കൊരു മാനുഷികമായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സഭയുടെ പ്രാർത്ഥനയിൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, ഉദ്ധിതനായ കർത്താവിനെ അനുഭവിക്കണം, അവനോടൊന്നായിത്തീരണം. പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. പൗലോസ്ലീഹായ്ക്ക് മാനുഷികമായിട്ട് വലിയ ഔന്നത്യമുള്ള ആളായിരുന്നു, ഹെബ്രായനായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗമാലിയലിൻ്റെ പാദത്തിലിരുന്ന്
വചനം പഠിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്, ഭൗതികമായിട്ടുള്ള മെച്ചങ്ങൾ. അതെല്ലാം പൗലോസ് പറയുകയാണ്, അതെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കരുതുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവനെ നേടാനും അവനോടൊന്നായി തീരാനും വേണ്ടിയിട്ടാണ്. വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മളത് ചെയ്യണം. വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മളത് ചെയ്യണം. അവനോടൊപ്പം വിധിക്കാനായിട്ടുള്ള ആ വിളി നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ചെയ്യണം. പൗലോസിക ചെയ്യണം. 1 തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം ഇപ്രകാരമാണ്: നിത്യജീവൻ ലഭിക്കാനായിട്ട് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവർക്ക് ഞാനൊരു മാതൃകയാണ്. നിത്യജീവൻ ലഭിക്കാൻ വേണ്ടി ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവർക്ക് ഞാനൊരു മാതൃകയാണെന്ന്. അതാണ് മാതൃക. നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയിട്ട് പൗലോസ് ചെയ്യുന്ന കാര്യമാണ്. അവൻ വിധിക്കും, ലോകത്തെ വിധിക്കും, മാലാഖമാരെ വിധിക്കും, വിധിക്കപ്പെടില്ല. അപ്പോൾ ഈശോ മിശിഹായോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നുള്ള തിരുവചനം ഓർക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു തിരുവചനമാണ്: ഈശോ മിശിഹായോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. വിശുദ്ധ ജീവിതം, ഈശോ മിശിഹായോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഈ പീഡകൾ എന്തിൻ്റെ അടയാളമാണെന്നും പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിത്യജീവിതം നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. സ്വർഗരാജ്യത്തിൽ നീ പങ്കുചേരുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ പീഡ. നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണ്: പരിശുദ്ധ കന്യകാമറിയം അവൾ ഉരുവായ ശിശുവിനെ പിള്ളക്കച്ച് കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തുകയാണ്. ഇതേക്കുറിച്ച് ബെനഡിക്ട് 16-ാമൻ പാപ്പ ഇപ്രകാരം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്: ബലിവേദിയിലെ ബലിവസ്തുവാണ്. ബലിവേദിയിലെ ബലിവസ്തുവാണ് ഈശോ. നമ്മൾ അറിഞ്ഞാണേലും അറിയാതെയാണേലും നമ്മൾ പാടുന്നുണ്ട്. അന്നാ പെസഹ എന്ന പാട്ട് പാടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പാടുന്നത്? അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോട് ഈ ബലി അർപ്പിക്കാം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഈ ബലി എന്ന് പറഞ്ഞാൽ ഇതൊരു ഇവിടെ നടക്കുന്ന എന്തോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാടകം. അതല്ല. ഒരുമയോട് ഈ ബലി, അവനോട് ഐക്യപ്പെടുന്ന ആളുകൾക്ക് ശിക്ഷാവിധിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവനോട് ഐക്യപ്പെടുന്നവർക്ക്, അവനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഈശോ പാപിനിയായ സ്ത്രീയോട് അവളുടെ മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ പാപികളാണെന്നുള്ള തിരിച്ചറിവ്. പാപം ഇല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് നമുക്ക് ഈശോയുടെയൊക്കെ സ്നേഹം കുറവ്. അത് പറഞ്ഞല്ലോ, ആർക്കാണോ കൂടുതൽ പാപമോചനം കിട്ടുന്ന അവർ കൂടുതൽ സ്നേഹിക്കും. എല്ലാ ദിവസവും പള്ളി കുർബാനയ്ക്ക് പോകുന്നവർ അവരാരാണ്? അവർക്ക് കൂടുതൽ പാപമോചനം കിട്ടുന്നു, അവർ കൂടുതൽ ഈശോയെ സ്നേഹിക്കുന്നു. അതാണ് കൂടുതൽ. ആർക്ക് കൂടുതൽ ഇളച്ചു കിട്ടുന്നു അവർക്ക് കൂടുതൽ ഇളച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുർബാനയിൽ പുരോഹിതൻ മദ്ബഹായിൽ വെച്ച് ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്: ഞങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീക്കാനായിട്ട് ഇതിന് ശക്തി നൽകണമേ എന്ന്. ഞങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീക്കാനായിട്ട് ഇതിന് ശക്തി നൽകണമേ എന്ന് നിത്യേന ആരാധക്രമത്തിൽ പങ്കുചേരുമ്പോൾ നമ്മൾ കേൾക്കും: ബിഹോൾഡ്, ദിസ് ഈസ് ദ ലാം ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്, ദ സിൻസ് ഓഫ് ദ വേൾഡ്. നമുക്കറിയാം, ഇപ്പോഴത്തെ മാർപ്പാപ്പ
അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ആഗസ്തീനോസിന്റെ മകൻ എന്നാണ്. ഞാൻ ആഗസ്തീനോസിന്റെ മകനാണ്. എൻ്റെ അമ്മ 18 വർഷക്കാലം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് മിശിഹായിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ട് വീണ്ടും മിശിഹായിലേക്ക് തിരിച്ചു വരാനായിട്ട് എനിക്ക് സാധിച്ചതെന്ന് അഗസ്തീനോസ് അല്ലേ. അങ്ങനെയുള്ള ആഗസ്തീനോസിന്റെ മകനാണ് ഞാൻ എന്ന് പുതിയ പാപ്പ പറഞ്ഞിരിക്കുകയാണ്. കണ്ണുനീരിന്റെ മകൻ നശിച്ചു പോവില്ല. വിശുദ്ധ അംബ്രോസ്, മിലാന്റെ മെത്രാനായിരുന്ന അംബ്രോസ്, വിശുദ്ധനായിട്ടുള്ള അംബ്രോസ് ഇങ്ങനെ നിരാശയാവുകയാണ്. വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മോനിക്കായ്ക്ക് നിരാശയുണ്ടാവുകയാണ്. കാരണം വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ആഗസ്തീനോസ് മാനസാന്തരപ്പെടുന്നില്ല. അപ്പോഴാണ് അംബ്രോസിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, കണ്ണുനീരിന്റെ മകൻ നശിച്ചു പോവില്ല. ഇതുവരെയുള്ള മാർപ്പാപ്പമാരും പറയാത്ത കാര്യമാണ് ലയോ 14 പാപ്പ പറഞ്ഞു വച്ചിരിക്കുന്നത്. സ്വന്തം പാപങ്ങളെ കുറിച്ച് കണ്ണുനീരൊഴുക്കുവാനും മറ്റുള്ളവരുടെ പാപങ്ങളെ കുറിച്ച് കണ്ണുനീരൊഴുക്കുവാനും നമുക്ക് സാധിക്കണമെന്ന്. പാപ്പായതിനു ശേഷം അദ്ദേഹം ആദ്യമായിട്ട് നടത്തുന്ന പബ്ലിക് ഓഡിയൻസ് അത് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ പൗരസ്ത്യ സഭകളോട് പാപ്പ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, സ്വന്തം പാപങ്ങളെക്കുറിച്ച് കണ്ണുനീരൊഴുക്കണം, മറ്റുള്ളവരുടെ പാപങ്ങളെക്കുറിച്ച് കണ്ണുനീരൊഴുക്കണം. ഈശോ ഇന്ന് ആ സ്ത്രീയോട് പറയുന്നത് എന്താണ്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെയും തിരുസഭയുടെയും പ്രവൃത്തി ഇതാണ്. വേറെ എന്തോ ആണെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തും നല്ലതാണ്. ഈശോയുടെയും തിരുസഭയുടെയും ദൗത്യം പാപം മോചിക്കുക എന്നുള്ളതാണ്. മറിയത്തിലുരുവായ ശിശുവിനെ ഈശോ എന്ന് വിളിക്കണം, എല്ലാവരും വിളിക്കണം. കാരണം എന്താണ്? തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നവനാണ്. ഈശോയുടെ ദൗത്യം എന്താണ്? പിതാവുമായിട്ട് എല്ലാവരും അനുരഞ്ജിപ്പിക്കുക, അതിനുശേഷം പരിശുദ്ധാത്മാവിന് നൽകുകയാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത്? പാപം മോചിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈശോയുടെ ദൗത്യവും തിരുസഭയുടെ ദൗത്യവും പാപം മോചിക്കുക എന്നുള്ളതാണ്. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അതിന് അങ്ങനെ പറയാനായിട്ട് സഭയ്ക്ക് സാധിക്കണമെങ്കിൽ ഈശോയോട് ചേർന്ന് കുഞ്ഞാടായിത്തീരണം. ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാടായിത്തീരണം. അവനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പാപമോചനം സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ആളുകൾക്ക് സാധിക്കാതെ വരുന്നത്? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈശോയുടെ പേരും പറഞ്ഞ് നമുക്ക് എന്തൊക്കെയോ നേടാമെന്നാണ്. അങ്ങനെ ഈശോയുടെ പേരും പറഞ്ഞ് നമുക്കൊന്നും നേടാനായിട്ട് സാധിക്കില്ല. പൗലോസ് പ്രസംഗിക്കുന്ന നസ്രായനായ ഈശോയുടെ നാമത്തിൽ പിശാചുകൾ പുറത്തു പോകാനായിട്ട് ആവശ്യപ്പെടുന്നവരുടെ മേൽ പിശാച് ചാടി വീണ് അവരെ ആക്രമിക്കുകയും അവരെ നഗ്നരായിട്ട് പോകേണ്ടി വരുന്ന സാഹചര്യമാണ്. എന്താണ് പറയുന്നത്? പിശാചുകൾ പറയുന്നത് എന്താണ്? ഈശോയെ അറിയാം, പൗലോസിനെ അറിയാം, നീ ആരാണ്? ഈശോയെ അറിയാം, പൗലോസിനെ അറിയാം, നീ ആരാണ്? നമ്മുടെ റാസകുർബാനയിൽ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന പാട്ടാണ്. ആ പാട്ടിതാണ്, കർത്താവേ തിരുസഭയെ പിശാചിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കരുതെന്നുള്ളതാണ്. ദുഷ്ടാരൂപിയുടെ കയ്യിൽ വിട്ടുകൊടുക്കരുതെന്നാണ്. തിരുസഭയെ ദുഷ്ടാരൂപിയുടെ കയ്യിൽ വിട്ടുകൊടുക്കരുത്. നമ്മൾ കാണുന്നുണ്ട് ഈശോ ജെറുസലേമിനെ കുറിച്ച് പറയുന്നത്, പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴാക്കുന്നത് പോലെ നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ചു ചേർക്കാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, നിങ്ങൾ സമ്മതിച്ചില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാനാണ് അന്ന് ജെറുസലേമോട് പറഞ്ഞത്. ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളുക. ജെറുസലേം തകർക്കപ്പെടുകയാണ്. ജെറുസലേം ദേവാലയം തകർക്കപ്പെടുകയാണ്. ബലിയില്ലാതാവുകയാണ്. പൗരോഹിത്യമില്ലാതാവുകയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാൻ. അങ്ങനെ ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ
തകർന്നു തരിപ്പണമാകും എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. ഇനി നീ നിന്റെ കാര്യം നോക്കിക്കൊള്ളാനായിട്ട് കർത്താവ് ജെറുസലേമിനോട് പറഞ്ഞതുപോലെ നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു, സംശയമില്ല. തിരുസഭയെ ദുഷ്ടാരൂപിയുടെ കയ്യിൽ വിട്ടുകൊടുക്കരുതെന്ന് നമുക്ക് കണ്ണടയ്ക്കാം. ഇവിടെ ശുശ്രൂഷ നിർവഹിക്കുന്നത് ഈശോയാണ്. ഈശോ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അവൻ്റെ ദാസരായിട്ടുള്ളവരുടെ മാത്രം, അവരുടെ ദാസരാണ്. ലയോ 14 പാപ്പ തുടങ്ങിയുള്ള എല്ലാവരും നിത്യപുരോഹിതനായ ഈശോയുടെ ദാസരാണ്. ഈശോയുടെ ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ഈശോ പത്രോസിനോട് പറഞ്ഞ വചനം നമ്മോട് ഓരോരുത്തരും പറയുകയാണ്, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ജലം കൊണ്ടും ആത്മാവ് കൊണ്ടും കഴുകപ്പെടണം. നമ്മളെല്ലാവരും കഴുകപ്പെടണം. വിശ്വാസം ഉണ്ടാവട്ടെ നമുക്ക്. കുറേ ഭൗതികമായിട്ടുള്ള അറിവല്ല. ഈശോയ്ക്കായിട്ട് സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന വ്യക്തിയാണ് വിശ്വാസി. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ വിശ്വാസിയാണെങ്കിൽ നിനക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മയുണ്ടാവും. മിശിഹായുടെ ശരീരരക്തങ്ങളോട് നീ ഐക്യപ്പെട്ട് ഒന്നായിത്തീരും. അത് യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ അബർദീനിലെ ഈ സമൂഹം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ്. നമ്മുടെ രൂപതയ്ക്ക് മുഴുവൻ മാതൃകയാവട്ടെ. ഈ ഇടവകയിലുള്ള എല്ലാവരെയും പരിശുദ്ധാത്മാവ് നമ്മുടെ ശുശ്രൂഷ വഴിയായിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയുള്ള വലിയ ആഗ്രഹം നമുക്കുണ്ടാവട്ടെ. കണ്ണുനീരൊഴുക്കാനായിട്ട് സ്വന്തം പാപങ്ങളെക്കുറിച്ച് കണ്ണുനീരൊഴുക്കുവാനും മറ്റുള്ളവരുടെ പാപങ്ങളെക്കുറിച്ച് കണ്ണുനീരൊഴുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഇവിടെ നിന്ന് അഗ്നി പടരട്ടെ. ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നത്. അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ അത് വചനമാണ്, ഈശോയാണ്, ദൈവമാണ്. ആ ഈശോ ആയിട്ട് നമ്മൾ ഓരോരുത്തരും രൂപപ്പെടട്ടെ. നമ്മൾ കുർബാനയിൽ വരുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ടു ബി കൺഫോംഡ് ഹിം, ടു ബിക്കം ഹിം. അവനായി തീരാൻ വേണ്ടിയിട്ടാണ്. ദൈവീക സ്വഭാവം, ദൈവീക ജീവൻ നമ്മളിൽ നിറയട്ടെ. അങ്ങനെയുള്ള ആളുകളുടെ സാക്ഷ്യം ഈ സമൂഹത്തിനും രൂപതയ്ക്കും അതിലൂടെ സഭയ്ക്കുമെല്ലാം ഉണ്ടാവട്ടെ. നമ്മളെ ആരെയും ദുഷ്ടാരൂപിയുടെ കയ്യിൽ വിട്ടുകൊടുക്കരുത് എന്നുള്ള നിരന്തരമായ പ്രാർത്ഥനയും ആത്മാവിനാൽ നിറയ്ക്കണമേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥനയും ഉണ്ടാവട്ടെ. കുർബാനയിലൂടെ ഇതെല്ലാം യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കുർബാനയിൽ സജീവമായിട്ട് പങ്കുചേരാം. നമുക്ക് എണീറ്റ് വെക്കാം. സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന് അരുൾ ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾ കൊത്തവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മർത്തോമസ്ലിഹയോട് മാതൃകാനുസരിച്ച് സത്യവിശ്വാസത്തിനു വേണ്ടി മഴക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കുദാശകളിലൂടെ പശുതാമാനാൽ ഞങ്ങളെ പവിത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവെ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവ് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി ലോകമെങ്ങും പ്രശോഭിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശാല സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ പാപ്പായെയും
ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും പ്രദക്ഷിണമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഹയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, യുവജനങ്ങൾക്ക് ഉചിതമായ ജീവിതാന്തസ് കണ്ടെത്തുവാനുള്ള അനുഗ്രഹം നൽകണമേ. പ്രത്യേകമായ പൗരോഹിത്യത്തിലേക്കും സമർപ്പണ ജീവിതത്തിലേക്കും ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ധാരാളം പേരെ വിളിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ ശിഹന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിച്ച കർത്താവേ, ഉദ്ധിതനായ നിന്നെ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരും നിന്നെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തിനിടയാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങളുടെ അഭിഷിക്തൻ ഘടനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെ അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേതോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അറിയാത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ദിവ്യ വിശുദ്ധ രഹസ്യങ്ങൾ പങ്കുകൊള്ളട്ടെ. Musambaro Sabres de Maria, Musambaro Sabres de Maria. Bagre de Mashiha, Bagme Akira, Al-Mad Bagudisha, Bagri Halsa, Bagri Hamsa. കൊല്ലന്റെ സ്കാരവലേ ഒന്നാലാകെ രംബവലേ കന്ദീഷ് 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 മറിയാലാ നിഖലോൻ മിസ്കിനി ഉന്നീസ് ബഹു മഗരീബ മശീഹാ വദമി അക്കീരാ അൽമദ് ബർകുദ്ശാ വദീഹൽ സാവലി ഹംസാ കൊല്ലന്നസ് ചാരവലേ വമ്മാലാഹി ജംബവലേ കന്ദീഷ് 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 മറിയാലാ പിതാവിനും ആത്മജനും ദിവ്യരൂഹായിക്കും സ്തുതിയെന്നും
ദൈവാംബികയെയും ഔസേപ്പിനെയും പാവനമീ ബലിയിൽ ആദിയിലെ പോലെ നന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. ആർത്തോമായെയും സാക്ഷികളെയും സൽക്കർമ്മികളെയും നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനങ്ങൾ സഹിക്കുകയും ശ്ലീഹമായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രിയർക്കീസുമാരും മേജർ ബിഷപ്പ്മാരും മെത്രോപൊലീത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മറിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ. മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തോടും രക്ഷക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. കർത്താവും ദൈവവുമായ മിശിഹായ ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ പരിഗണിക്കരുതേ. ഞങ്ങളുടെ ദുഷ്ടതയുടെ ആധിക്യ നിമിത്തം നീ കോപിക്കരുതേ. നീ സ്വീകരിച്ച് ഞങ്ങളുടെ മനുഷ്യത്വത്തോടെ സമയത്തിന് സമാപ്തി പ്രത്യക്ഷനാകുമ്പോൾ തിരുസന്നിധിയിൽ കൃപയും അനുഗ്രഹവും കണ്ടെത്തുന്നതിനും സ്വർഗീയ കടങ്ങളോട് ചേർന്ന് നിന്നെ സ്തുതിക്കുന്നതിനും ഞങ്ങൾ യോഗ്യരാകുവാൻ വേണ്ടി ഈ വിരുദ്ധൻ്റെ അവർണനീയമായ കൃപയാൽ പൗത്രീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീക്കാൻ ഇതിന് ശക്തി നൽകുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴെപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരേ, മിശായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. മരണം മൂലം ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ പാത്രാർക്കീസുമാർ, മേജരാജുഷപ്പന്മാർ, മെത്രാപ്പൊലീത്തമാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവർക്കും സഭാസമുദ്രം മറ്റ് ജീവിതാന്തർപ്പെട്ട പരേതർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകാനും മനസ്സിലെ വിവിധ കാലങ്ങളുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണമാകാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധി അർപ്പിക്കപ്പെടുന്ന കുർബാനയുടെ സ്വീകരണ യോഗ്യരായ എല്ലാ സഭാധനീയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടിയും മാർലയോ പാപ്പായ്ക്ക് വേണ്ടിയും സർവ്വഭാഷയുടെ ഐക്യത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് സെന്റ് മേരി സർവ്വഭാർ മിഷനു വേണ്ടിയും കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. ഞങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവാൻ ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂടാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധൻ ആകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കടങ്ങൾ താഴ്ത്തി വിചാരത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. രാജാവേ നിൻ സന്നിധിയിൽ സരാസര
തീർപ്പു. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് ക്രോധതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്ന എന്തുകൊണ്ടാലെങ്കിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഭക്തിമയന്മാർ രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരുമരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമേതാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും പുതുതായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു, വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴെപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ. ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെയും കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുൻപിൽ ശ്രാപ്പയന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവന് വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസയെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലയോ പാപ്പായിക്കും, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് മാർ റഫേൽ മെത്രാപ്പോലിത്തായിക്കും, പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണം. ഞങ്ങളുടെ കർത്താവായ ദൈവം ഞങ്ങളുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോട് എളിയവനായ എന്നോട് വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധങ്ങൾ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, ബന്ധകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശംശാനമാർ എന്നിവർക്ക് വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യ വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ.
ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ചു സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. Christ, you are the peace of heavenly courts and the hope of earthly beings. Bring peace and harmony to the world, especially to the Holy Catholic Church. Preserve the Church and the nations in harmony. Banish wars from the face of the earth. Scatter their warmongers from our midst. Grant that we may lead a holy and humble, God-fearing life in peace and in tranquility. Let there be glory, not for us, Lord, but for your holy name. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരുണ്യം പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിച്ച് അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. La
കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ നിൻ ദാസരാമിവർ തൻ പാപകടങ്ങൾ മോചിക്കേണമേ. മാറ്റം ഭിന്നത നീക്കിടാം, മനസാക്ഷി നിർമ്മലമാക്കിടാം. കർത്താവേ നിൻ ദാസരാമിവർ തൻ പാപകടങ്ങൾ മോചിക്കേണമേ. വേഷം നീക്കാൻ ശത്രുത കൈവെടിയാം, ആത്മാക്കൾ പാവനമാക്കിടാം. കർത്താവേ നിൻ ദാസരാമിവർ തൻ പാപകടങ്ങൾ മോചിക്കേണമേ. ഭക്തിയോടങ്ങേ കൈക്കൊണ്ടിടാം, റൂഹായാലതി നിർമ്മലരായി തീരാം. കർത്താവേ നിൻ ദാസരാമിവർ തൻ പാപകടങ്ങൾ മോചിക്കേണമേ. യോജിപ്പോടും സ്നേഹാരൂപിയിലും ഉൾക്കൊള്ളാം ദിവ്യമിരഹസ്യങ്ങൾ. കർത്താവേ നിൻ ദാസരാമിവർ തൻ പാപകടങ്ങൾ മോചിക്കേണമേ. ഞങ്ങൾക്കിവ നീ ഉദ്ധാരത്തിനും രക്ഷയ്ക്കും കാരണമാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി ആവരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഇതാ മിശിഹായുടെ തിരുശരീരങ്ങളാകുന്ന നിഗൂഢ രഹസ്യങ്ങൾ നൽകപ്പെടുന്നു. ഈ ആത്മീയ വിരുന്നിനെ മാലാഖമാരുടെ ഗണങ്ങൾ പ്രകീർത്തിക്കുന്നു. After he finishes, when he starts, you turn around. After he finishes, he starts.
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരേ, രക്ഷകന്റെ കൃപയാൽ ദൈവപുത്രനായ മിശിഹായുടെ ശരീര രക്തങ്ങളെ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ സമീപിക്കുകയും സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യാം. ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്തകളെ നല്ല കളനോടും നിന്റെ അഭീഷ്ട നിറവേറ്റി നീതിമാന്മാരുടെ ഒരുമിച്ച് പർദീസായിൽ നിന്നെ സ്തുതിക്കാൻ യോഗ്യരാക്കണമേ സകലത്തിന്റെ നാഥ എന്നേക്കും. സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മാതൃത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മറ്റൊരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ മോചനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവരെ ഉന്നതങ്ങളിലെ ദാനം വാഴ്ത്തപ്പെട്ടാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്തെ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Christ, who is our Lord and God, King and Savior, and life giver, in His mercy has made us worthy to receive His sanctifying and precious body and blood.
May He bless us so that we may please Him through our thoughts, words, and our deeds. Lord, in your immense mercy, may the covenant we have received from you be for the remission of our debts and for the forgiveness of our sins, great hope for the resurrection of the dead and new life everlasting in heaven for all those who found favor in your presence, life forever and ever. Amen. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. പിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, തൻ പ്രിയസുതന രക്ഷിച്ചു ഊഹാതൻ വരമേകുകയാ. സ്തുതികൾ പാടിമുതാ ദിവ്യരഹസ്യം ഘോഷിക്കും. നമ്മിൽ മാനവ സ്നേഹിതനാം നാഥൻ തൻ കൃപ ചൊരിയട്ടെ. പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാം നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. ജീവനെഴും തിരുശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.